മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നവകേരള യാത്രയ്ക്കിടയിൽ ആലപ്പുഴ വെച്ച് 2 യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ച ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിനെ സംബന്ധിക്കുന്ന കേസിൻ്റെ അന്വേഷണം വഴി മാറ്റിയതും മനസ്സിലായി. അതിനകത്ത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സത്യസന്ധമായിട്ട് കേസ് ഡയറിയിൽ എഴുതിയ വിവരങ്ങൾ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി ADGP ആയിരുന്ന അജിത് കുമാർ കേസ് ഡയറി മാറ്റി എഴുതി അതിനകത്ത് അടിക്കുന്ന ദൃശ്യത്തിൻ്റെ കാര്യങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ ആ കേസ് അത് വെയിലബിൾ ഒഫൻസിലോട്ട് മാത്രം കൊണ്ടുവന്ന് കേസ് ഡയറി എഴുതിപ്പിച്ചു. അടിക്കുന്ന ദൃശ്യങ്ങളൊന്നും അതിനകത്ത് ഇല്ലാത്ത പോലെ, അല്ല അങ്ങനെ സംഭവിച്ചിട്ടില്ലാത്ത പോലെ കേസ് ഡയറി 2 SIമാരെ കൊണ്ട് തിരുത്തി എഴുതിച്ചു. ഇതിലേക്ക് ഇപ്പോഴത്തെ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ആ 2 യൂത്ത് കോൺഗ്രസ്സുകാർ ഒരാൾ MLA ആയി, ഒരാൾ അഡ്വക്കേറ്റുമായി. അവരെ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുടെ വാഹനം കടന്നു പോയപ്പം അവർ കറുത്ത തുണി ഉയർത്തി വീശി മുദ്രാവാക്യം വിളിച്ചു. ആലപ്പുഴയിലെ ടൗണിലെ SIമാരും മറ്റും അവരെ 2 പേരെയും പിടിച്ച് അവിടെ ഒരു ഹോട്ടലിനോട് ചേർത്ത് നിർത്തി. ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പിന്നാലെ പോയ എസ്കോട്ട് വാഹനത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഗൺമാൻ അനിൽകുമാറും 4 സുരക്ഷാ ജീവനക്കാരും ഇറങ്ങി പത്തൽ കൊണ്ട് ഇവരെ അടിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടു. ആ കേസിലേക്ക് പുതിയ SIT രൂപീകരിച്ചപ്പോൾ ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. പ്രതികൾ ഒളിവിപ്പോയി. അവർ മുൻകൂർ ജാമ്യത്തിന് ആലപ്പുഴ സെഷൻസ് കോടതിയിൽ മൂവ് ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും കോടതിയിൽ ഈ നടന്ന സത്യസന്ധമായ വിവരങ്ങളും കേസ് ഡയറി മാറ്റിയ വിവരങ്ങളും എല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തി അവരുടെ ജാമ്യം നിഷേധിക്കണം എന്ന് പറഞ്ഞ് അവരുടെ അഫിഡവിറ്റൊക്കെ ഫയൽ ചെയ്തു. പക്ഷേ ഇന്ന് ആലപ്പുഴ ജില്ലാ ജഡ്ജി അണിയം വർഗീസ് ഇവർക്ക് 5 പേർക്കും ജാമ്യം കൊടുത്തു. കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ ജാമ്യം കൊടുത്തതുകൊണ്ട് അതൊരു തടസ്സം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിനകത്ത് പ്രിസ്ക്രൈബ്ഡ് അല്ലാത്ത 5 പത്തൽ കൊണ്ടാണ് ആ 5 പോലീസ് ഉദ്യോഗസ്ഥരും ആ 2 യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ചത്. അതിലൊരാളുടെ തലയ്ക്കടി ഉണ്ടായിരുന്നു. തലയ്ക്കടി കൊണ്ടത് തെന്നി മാറിപ്പോയി എന്നുള്ള അർത്ഥത്തിൽ ചില പ്രസ്താവനകളൊക്കെ പത്രത്തിൽ നമ്മൾ കണ്ടു. ഏതായാലും കോടതിയിലെ പ്രതികൾക്ക് വേണ്ടിയും പോലീസ് ഭാഗത്തും വാദപ്രതിവാദങ്ങൾ നടന്നു. ഏതായാലും ഇന്ന് ഉച്ച കഴിഞ്ഞ് 5 പേർക്കും അണിയം വർഗീസ് ആലപ്പുഴ ജില്ലാ ജഡ്ജി ജാമ്യം കൊടുത്തു. ഈ ജാമ്യം പ്രതികൾക്ക് കൊടുത്തതോടുകൂടി ഇതിനകത്ത് ചില ഇൻവെസ്റ്റിഗേഷന് ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം പോലീസിൽ ഉള്ള എല്ലാവർക്കും പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ലാത്തികളാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് റിവോൾവറോ പിസ്റ്റലോ കൊടുക്കും ഗൺമാന്. പക്ഷെ അവിടെ ഇവരെ 2 പേരെയും തച്ചുടയ്ക്കുന്നത് നീളമുള്ള പത്തൽ പോലെയുള്ള പോലീസിൽ പ്രിസ്ക്രൈബ് അല്ലാത്ത ആയുധങ്ങൾ ഉപയോഗിച്ചാണ് 5 പേരും അവരെ അടിക്കുന്നതും. ആ തൊണ്ടി സാധനങ്ങൾ കണ്ടെടുക്കാനായിട്ട് തീർച്ചയായിട്ടും പ്രതികളുടെ സാന്നിധ്യം ആവശ്യമാണ്. അത് അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എവിടുന്ന് ഇഷ്യൂ ചെയ്തു, അത് അങ്ങനെ ഇഷ്യൂ രജിസ്റ്റർ പരിശോധിക്കണം. അത് പോലീസിൻ്റെ സാധനം അല്ലെങ്കിൽ ലാത്തി അല്ല എന്നാണ് ആ ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതവർ സ്വന്തമായിട്ട് കരുതിയതാണോ വാങ്ങിച്ചു കൂട്ടിയതാണോ ഇതുപോലെ തല്ലാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? ഏതായാലും ഈ കേസിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ഇൻവെസ്റ്റിഗേഷന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ആ ആയുധങ്ങൾ പ്രതി കൂടെ കണ്ടെടുക്കേണ്ടതുണ്ട്. അതിനുള്ള അവസരം ഇപ്പം മങ്ങിപ്പോയി. കാരണം പ്രതികളെ കസ്റ്റഡി വെച്ച് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള ആയുധങ്ങൾ റിക്കവർ ചെയ്യാനും
27 എവിഡൻസ് ആക്ടിൻ്റെ പരിധിയിൽ വരാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു അവസരം പോലീസിന് നഷ്ടമായി ഈ ജാമ്യം കൊടുക്കുന്നത് കൊണ്ട്. ആയതിനാൽ ഒന്നെങ്കിൽ അതേ കോടതി തന്നെ പോലീസ് 2 ദിവസത്തേന് അവരുടെ കസ്റ്റഡി തരാനുള്ള അപേക്ഷ കൊടുക്കണം. അതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. കോടതി ഏതായാലും ജാമ്യം കൊടുത്തു കഴിഞ്ഞു. പക്ഷേ അവരെ കസ്റ്റഡി വേണം. ഇനി അവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയില്ല ജാമ്യം. അതുകൊണ്ട് കോടതിയുടെ അനുവാദത്തോടു കൂടി 2 ദിവസം കസ്റ്റഡി ചോദിക്കണം. കസ്റ്റഡി ചോദിച്ചെങ്കിൽ മാത്രമേ ആ സാധനങ്ങൾ റിക്കവർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് പോലീസിൻ്റെ സാധനമാണോ ഇല്ലയോ, അവരാ അടിക്കാൻ ഉപയോഗിച്ച സാധനം അല്ലെങ്കിൽ ആ സ്റ്റിക്ക്, ആ നീളമുള്ള വടി എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു, എവിടെയാണ്, ആരെ കസ്റ്റഡിയിലാണ് അതിരിക്കുന്നത്, അത് പ്രതികളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ കസ്റ്റഡിയിലെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അതേ കോടതി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ 5 പ്രതികളെ, ജാമ്യം കൊടുത്ത 5 പ്രതികളെ 2 ദിവസം കസ്റ്റഡി ചോദിക്കണം. ചോദിച്ച് ആ തൊണ്ടി സാധനങ്ങൾ റിക്കവർ ചെയ്യുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ കരുതുന്നു. ആ കോടതി അതും അനുവദിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കോടതിയിലോട്ട് നീങ്ങണം. ഹൈക്കോടതിയിലെ പ്രതികൾക്ക് ജാമ്യം കൊടുക്കുന്നതിന് തടസ്സമില്ല, പക്ഷേ 2 ദിവസം കസ്റ്റഡി വേണം എന്നുള്ള കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടണം എന്ന് തന്നെയാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന എൻ്റെ ഒരു ചിന്ത. അങ്ങനെയാണ്. കാരണം ഈ സാധനം കസ്റ്റഡിയിൽ എടുക്കാനായിട്ട് അത് അവരുടെ സാന്നിധ്യം ആവശ്യമാണ്. അവർ ജാമ്യത്തിൽ നിൽക്കുന്നൊരു പ്രതി അന്വേഷണത്തിന് സഹകരിക്കില്ല എന്നുള്ള കാര്യം അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അതേ കോടതി, ആലപ്പുഴ കോടതി തന്നെ ഈ 2 ദിവസം പ്രതികളെ ഈ തൊണ്ടി സാധനങ്ങൾ കസ്റ്റഡി എടുക്കാനായിട്ട് കോടതിയുടെ അനുവാദത്തോടു കൂടി അവരെ പോലീസ് കസ്റ്റഡി വിട്ടുകൊടുക്കാനുള്ള അപേക്ഷ സമർപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.